ഹലോ, ഇതെൻ്റെ വീടിൻ്റെ തട്ടമ്പുറമാണ് കേട്ടോ. തട്ടമ്പുറം, അട്ടം, മച്ച് എന്നൊക്കെ പറയും ഇവിടെ. ആ സ്ഥലമാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെ മച്ച്? ഈ പെട്ടിക്കുള്ളിലാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് കിടക്കുന്നത്. അപ്പം പെട്ടി തുറക്കാം. ഇപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇതേ അൺബോക്സ് ചെയ്തു. ഇതിൽ മൊത്തം പഴയ പേപ്പറുകളും ആൾക്കുലത്തെ സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം. എന്താ വരുന്നതെന്നറിയാമല്ലോ. ഇതൊക്കെ പഴയ ക്ലാസ്സിലത്തെ നോട്ടും പരീക്ഷാ പേപ്പറും അതൊക്കെ. അപ്പോഴത്തെ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം. ആദ്യത്തെ സംഭവം പഴയൊരു നോട്ട് ബുക്കാണ്. അതിലെന്താ ഇത്രയുള്ളതെന്നായിരിക്കും. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഓരോന്നോരോന്ന് പേജ് മറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിന് ഒരു വസ്തു കൂടി നമുക്ക് കിട്ടാനുണ്ട്. അതും ഒരു ചെറിയൊരു ബുക്കാണ്. ഇത് പഴയൊരു വോഡഫോണിൻ്റെ ഒരു സിമ്മാണ് കേട്ടോ, പഴയ കാലത്തുള്ളത്. ഇവരാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടൻറ്റിനുള്ള സാധനം. ഓക്കെ, ചെറിയ നോട്ട് ബുക്ക്. അതെന്താണെന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ? അത്രയും ചെറിയ സാധനം. കുറച്ച് പഴയ കാലത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ന്യൂ ജനറേഷൻ പിള്ളേർക്ക് മനസ്സിലാവണമെന്നില്ല. അങ്ങനത്തെ ഒരു സാധനമാണത്. അത് ഞാൻ പറഞ്ഞു തരാം വഴിയെ എന്താണുള്ളത്. പഴയൊരു നോക്കിയ ഫോണിൻ്റെ ഡയൽ പാഡാണ് കേട്ടോ. ഈ ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് അതിലും പഴയൊരു ഫോണാണ്. ഏതോ കാലത്തുണ്ടായിരുന്ന ഏതോ ഒരു കമ്പനിയുടെ ഫോണാണ് കേട്ടോ. പിന്നെ ബാറ്ററി ഒന്നുമില്ല. എങ്ങനെയോ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഇപ്പോഴും അത് എടുത്ത് വെച്ചിരിക്കുകയാണ്. വലിയ സിമ്മൊക്കെ ഇടാൻ പറ്റുന്ന പഴയ സാധനം. രസമല്ലേ കാണാൻ? ഇതൊക്കെ അതിൻ്റെ ബാക്ക് പൗച്ചുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള ഈ 2 പുസ്തകങ്ങൾ എടുത്തിട്ട് നമ്മൾ താഴോട്ടിറങ്ങാൻ പോവാണ്. ഇപ്പോഴും ഉള്ളത് നമ്മൾ മുകളിലാണുള്ളത്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ലേശം കുറവുണ്ട്. ലൈറ്റ് ഇട്ടിട്ടാണുള്ളത്. അപ്പം നമുക്കെടുത്തിട്ട് എന്താക്കാം, താഴോട്ടിറങ്ങാം. ഓക്കെ, ഇത് രണ്ടും എടുത്ത് നമുക്ക് പുറത്തേക്ക് വരാം. നമ്മൾ പുറത്ത് വന്നു കേട്ടോ. ഇനി ഇതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട്. ആദ്യം നമുക്ക് ഈ കുഞ്ഞൻ ബുക്ക് എടുക്കാം. 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ് കേട്ടോ അത്. അതിൽ ഓരോരുത്തർ എഴുതിയിരിക്കുന്നതാണ്. ജീവിതം ഒരു കരിഞ്ഞ പപ്പടമാണ്, അതിൻ്റെ നല്ല വശം നോക്കി കടിക്കും സഹോദര. അടുത്തത് ഇവരെന്താ എഴുതി വെച്ചത് ഇവനെന്നെ അറിയില്ല. ബൈ മുഹമ്മദ് അലി. നിങ്ങൾ വായിച്ചു നോക്കൂ. ഓക്കെ, ലൈഫ് ഈസ് എ പെൻഡുലം ബിറ്റ്വീൻ സോറോസ് ആൻഡ് എന്തൊക്കെയോ ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കണ്ടോളൂ. കുറേ ആൾമാർ ഭയങ്കര പഠിപ്പിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് തന്നെ എഴുതി വെച്ചിട്ട്. ഇത് കുറേ ക്രിഞ്ച് ഡയലോഗൊക്കെ ഉണ്ട്. ഇതുണ്ടോ? മനസ്സാകുന്ന ക്യാമറയിൽ പോയിക്കാലം എന്ന ഫിലിമിട്ട് ഓർമ്മ എന്ന ബട്ടൺ അമർത്തിയാൽ കാണാം എന്നെ. ക്യാമറ ഓർക്കാൻ മറന്നാലും മറക്കാൻ ശ്രമിക്കരുത്. താളിൻ്റെ നടുവിലാണെങ്കിലും മനസ്സിൽ ആദ്യമാക്കട്ടെ. അടുത്തൊരുത്തട്ട് ഓടുന്നത് ഈ വണ്ടി ഏതാ? വിശാല മനസ്സേ വിരോധം വരുത്, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെയൊക്കെ ഡയലോഗുകൾ കുറേ ഓർമ്മയുണ്ടാവില്ലേ ഇതൊക്കെ? ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാണകക്കുഴിയിൽ വീണാലും പ്രേമക്കുഴി. ഇത് എൻ്റെ ടീച്ചറുടെ ഓട്ടോഗ്രാഫാണ് കേട്ടോ. സുജിത ടീച്ചറുടെ. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അടുത്തത് ഓട്ടോഗ്രാഫ് കഴിഞ്ഞു. ഇത് പണ്ട് എനിക്കുണ്ടായിരുന്നൊരു ഹോബിയാണ് ഈ സാധനം. പഴയ പേപ്പറിലെ പ്രധാനപ്പെട്ട ഫോട്ടോകളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെട്ടി ഒട്ടിച്ച് വെക്കും. അങ്ങനെ കുറേ ഫോട്ടോയുടെ തലക്കെട്ടുകളും ഫോട്ടോകളുമാണ് ഈ നോട്ട് ബുക്കിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് സ്കൂൾ തുറന്നിട്ട് മോനെ സ്കൂളിലാക്കി പോകുന്ന കുട്ടിയുടെ സങ്കടമാണ് കേട്ടോ ഈ കാണുന്നത്. ആദ്യത്തെ ഫോട്ടോ ഉള്ളത്. അതിൻ്റെ മുകളിൽ എവിടെയോ വിരിഞ്ഞൊരു അപൂർവ പുഷ്പം, ഓർക്കിഡിൻ്റെ ഫോട്ടോയാണ്. അതൊക്കെ ഞാനിങ്ങനെ വെട്ടിയെടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഇതുപോലത്തെ ഒരുപാട് എന്താ പറയുക, പഴയ കാലത്തെയാണ് കേട്ടോ. വർഷം എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് കാലം പഴയമുള്ളതാണ്. ഏകദേശം 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഫോട്ടോകളാണ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതുണ്ടോ? ഇതും പത്രത്തിൽ വന്നൊരു ഫോട്ടോയാണ്. കൗതുകത്തിനെടുത്തിട്ട്. ഇത് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ള ആനയൂട്ട് ഏതൊരു പാതിരി മനസ്സിൽ കാട്ടാന. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തുള്ള മാലിന്യം കൊണ്ട് നശിച്ചു പോയ തെങ്ങുകളാണ് കേട്ടത്. ഇതേതോ പരിസ്ഥിതി അവർ ഇട്ട ഫോട്ടോയാണ്. ഇത് ഒരു കടുവ, കുളിക്കുന്ന കടുവ. ഇത് മണ്ണെടുപ്പും കല്ലുപൊട്ടികളും മൂലം ഉണ്ടായ വെള്ളച്ചാട്ടം. ഇത് ഏതൊരു ഗ്രാമത്തിലെ കുടിവെള്ളക്ഷാമത്തിൻ്റെ ചിത്രമാണ് കേട്ടോ. കുറേ കൊല്ലം പഴക്കമുള്ളതാണ്. 41 അടി ഉയരമുള്ള മുച്ചക്ര സൈക്കിൾ ഉണ്ടാക്കിയ ഒരാൾ ഗിന്നസ് ബുക്ക് കയറാൻ വേണ്ടി ഹൈദരാബാദിലെ സുധാകർ ഉണ്ടാക്കിയൊരു സൈക്കിളിൻ്റെ വാർത്തയാണ് കേട്ടോ.
ഇത്രയും വലിയ മുച്ചക്ര സൈക്കിൾ. അത് 50 മിനിറ്റോളം അയാൾ ഓടിക്കുകയും ചെയ്തു. അയാളല്ല, വേറൊരു ഡ്രൈവറെ, പരിശീലനം ലഭിച്ച ഡ്രൈവറെയും കൊണ്ട് 50 മിനിറ്റ് അയാൾ ഓടിപ്പിച്ചു. അതുവരെ 23 അടിയായിരുന്നു ഉയരം. ഇയാളത് 41 അടിയാക്കി റെക്കോർഡ് മാറ്റി സ്ഥാപിച്ചു. ഇത് വേറെ ചിത്രശലഭം. ഇത് തേണ്ടേ വെള്ളമടിച്ചിട്ട് കിടക്കുന്ന അമ്മയാണ്, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന കുട്ടികളും. പഴയതാണ്, മലയാളികളെല്ലാം തോന്നുന്നു. മലയാളികളൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെ രീതി കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ ജെൻസ് ഉണ്ടോ, ആണുങ്ങൾ കണ്ടിട്ടുണ്ട്, പെണ്ണുങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല. അത് ആദ്യമായിട്ടാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഞാൻ ഇങ്ങനെ 1-2 സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ലേഡീസ് ഇങ്ങനെ വെള്ളമടിച്ചിട്ട് ഇങ്ങനെ പൊതുവഴി കിടക്കുന്നത്. എന്താ പറയുക, കേൾക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും. ഇതൊക്കെ പഴയതാണ് കേട്ടോ, ഒരുപാട് കാലം പഴയതാണ്, ഈ ഇപ്പോൾ ഒന്നും ഉള്ളതല്ല. നിങ്ങളൊക്കെ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഒരു ലോറി അപകടത്തിൻ്റെ ദൃശ്യമാണ്. ഇത് ഈ കാണുന്നുണ്ടോ, 1869 എടുത്തൊരു ഫോട്ടോഗ്രാഫറാണ്. ബനാറസിലെ രാജാവിന് വേണ്ടി ഘടികാരങ്ങൾ നിർമ്മിക്കുന്ന മുൽചന്ദ് മേസ്ത്രി അദ്ദേഹത്തിൻ്റെ പുത്രന് ഘടികാരം ഉണ്ടാക്കുന്ന പഠിപ്പിച്ചെടുക്കുന്നത്. ഇതിന് കുറുവാലൻ കുരങ്ങ്. ഓക്കെ. പിന്നെ ഇതൊരു സാധനം, ഫിലാറ്റലിക് പ്രദർശനം ആരംഭിച്ചു. ഇതെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ജോർജ് ബുഷ് ഇന്ത്യയിലെത്തിയപ്പോഴുള്ള ഫോട്ടോയാണ്. ഇതും പാലമില്ലാത്തവരുടെ ഏതൊരു ഇതിൽ എടുത്ത ഫോട്ടോ. ഇതാ മുൾട്ടാൻ ഏകദിനം, പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചതിൻ്റെ ഒരു വാർത്തയാണ്. അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. ഇത് ഭൂട്ടാനിലെ രാജ്ഞി കേരള സന്ദർശനത്തിപ്പോൾ ഉള്ളതാണ്. ഇത് വടക്കേ വയനാട്ടിലെ വനമേഖലയിൽ അപൂർവ പക്ഷികളെ കണ്ടെത്തി, അതാണ്. ഇത് നമ്മുടെ അബ്ദുൽ കലാം സാറ് കേരളം സന്ദർശിച്ചപ്പോൾ അന്നേരം എടുത്ത ഫോട്ടോയാണ്. സച്ചിൻ്റെ വരുമാനത്തിനെ പറ്റിയൊക്കെ ഉള്ളത്. ഇത് ഇസ്രായേലിലെ പാലസ്തീനിലെങ്ങാണ്ട് യുദ്ധം ഉണ്ടായപ്പോൾ അവിടെ അഡ്മിറ്റായ ഒരു സ്ത്രീയുടെ മുഖമാണിത്. എന്തായാലേ പൊട്ടിത്തെറിച്ച് പോകുമ്പോഴൊക്കെ ആകെ നാശകോശമായി കിടക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. ഇതും അതിൻ്റെ തന്നെയാണ്. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് കേട്ടോ. സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇത് സിനിമ ഷൂട്ടിങ്ങാണ്, ലാലേട്ടനും മയ്യം വിജയനൊക്കെ ഉള്ളത്. ഇതേ ഉയരത്തിൻ്റെ റെക്കോർഡിൻ്റെ സാധനമാണ്. നിങ്ങൾ വായിച്ചു വയ്ക്കാൻ മതി പോസ്റ്റ് ചെയ്തിട്ട്. ഈ പുള്ളി ആരാന്നറിയാവുന്നവർ വീണ്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് അറിയാമെന്നുള്ളത്. ഇത് ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പത്രലേഖനാണ് കേട്ടോ. ഞാൻ വെട്ടിയൊട്ടിച്ചെടുത്താണ്. ഇതൊരു കുരുവി കൂടുണ്ടാക്കുന്നതും അതിൽ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളുണ്ടാകുന്നതൊക്കെ ആയിട്ട് 2 മാസത്തോളം ഒരു ഫോട്ടോഗ്രാഫർ കഷ്ടപ്പെട്ടെടുത്തിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണിത്. ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഉണ്ടാക്കുന്ന പോലെ കുട്ടികളുണ്ടാകുന്നവരെ. ഇത് വേരിൽ കായ്ച്ച തേങ്ങയുടെ ചിത്രമാണ് കേട്ടോ. ഇത് ആന വഴിയരികി പ്രസവിച്ചത് കുട്ടി ആനേനെ കണ്ടോ, എന്ത് രസമല്ലേ. ഇത് ക്യൂട്ടല്ലേ. കുറേ കൊല്ലം മുമ്പുള്ളതാണ് കേട്ടോ. 7 മണിക്കൂറാണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത്. സച്ചിൻ്റെ ഒരു ഫാനാണ് ഞാൻ, ലാലേട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. അതിൻ്റെ ഉദാഹരണമാണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കുള്ള ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.